Hallelujah. Thank you, Jesus. Hallelujah. Thank you, Jesus. ഹെബ്രായരുടെ പുസ്തകം 10-ാമത്തെ അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. ഹെബ്രായർ 10:23. പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. The one who has promised us is faithful. Hallelujah. എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുന്ന കർത്താവ്, വിളിച്ച് വേർതിരിച്ചവനായ കർത്താവ്, തിരഞ്ഞെടുത്ത കർത്താവ് സകലത്തിലും വിശ്വസ്തനായിരിക്കുന്നു. വാഗ്ദത്തം ചെയ്യുന്നതിൽ വിശ്വസ്തനായിരിക്കുന്നു. നമ്മളെ വിളിക്കുന്നതിൽ വിശ്വസ്തനായിരിക്കുന്നു. നമ്മുടെ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമെങ്കിൽ അതിനെ ക്ഷമിക്കുവാൻ അവൻ വിശ്വസ്തനായിരിക്കുന്നു. എല്ലാവരും കരങ്ങളെ ഉയർത്തിവണ്ണമായി എൻ്റെ കർത്താവ് വിശ്വസ്തനെന്ന് പറയാമോ? ഹല്ലേലൂയ. ഈ ലോകത്ത് പല സ്ഥാനത്തും പല സാഹചര്യങ്ങളിലും നമ്മൾ പാടിയതുപോലെ ഏകാന്തതയുടെ അനുഭവം നമുക്കുണ്ടായിരിക്കാം. ഏതവസ്ഥയിലും നമ്മെ മാറ്റിമറിക്കുവാൻ, നമ്മളെ രൂപാന്തരപ്പെടുത്തുവാൻ, നമ്മളെ പുതുപ്പിക്കുവാൻ, നമ്മെ ഉയർത്തുവാൻ, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാൻ ഒരുത്തിനു മാത്രമേ സാധിക്കുകയുള്ളൂ. അതാരാന്നറിയാമോ? വിശ്വസ്തനായ കർത്താവ് കൊണ്ട് മാത്രം. നമ്മെ കൊണ്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല, നമ്മുടെ സ്വന്തം ബലം കൊണ്ട് പറ്റിയെന്ന് വരത്തില്ല, നമ്മുടെ സ്വന്തം ജ്ഞാനം കൊണ്ട് പറ്റിയെന്ന് വരത്തില്ല, നമ്മുടെ സ്വന്തം സാമർഥ്യം കൊണ്ട് പറ്റിയെന്ന് വരത്തില്ല. എന്നാൽ നമ്മെ സ്നേഹിക്കുന്നവനായ കർത്താവ് മുഖാന്തരം എനിക്കും നിങ്ങൾക്കും സകലതും ചെയ്യുവാൻ നമുക്ക് സാധിക്കും. ഹല്ലേലൂയ. എന്നെയും നിങ്ങളെയും വിളിച്ച കർത്താവ് വിശ്വസ്തനായിരിക്കുന്നത് പോലെ തന്നെ അവൻ വാഗ്ദത്തം ചെയ്യുന്നതിലും വിശ്വസ്തനായിരിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും ഒരിക്കൽ കൂടി പറയാമോ? വാഗ്ദത്തം ചെയ്യുന്ന കർത്താവ് വിശ്വസ്തൻ. ഹല്ലേലൂയ. എന്നാൽ ഈ വാഗ്ദത്തം ഏതൊക്കെ സമയത്തായിരിക്കും നമുക്ക് കർത്താവ് തരുന്നത്? വാഗ്ദത്തം ഏതെല്ലാം രീതിയിലായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റുന്നത്? അത് നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ ആ വാഗ്ദത്തം നിറവേറണമെങ്കിൽ നമ്മെ എങ്ങനെ സമർപ്പിക്കണമെന്നെല്ലാം നമുക്ക് ഒരു ചില കാര്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. ആദ്യമേ കർത്താവ് വാഗ്ദത്തം ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബലഹീന പാത്രങ്ങളാകിയാൽ, നമ്മൾ ഭയത്തിൻ്റെയും ഞെരുക്കത്തിൻ്റെയും ബുദ്ധിമുട്ടുകളുടെയും ഉപദ്രവങ്ങളുടെയും പാടുകളുടെയും മധ്യത്തിൽ കടന്നു പോകുമ്പോൾ തളർന്നു പോകാതിരിക്കാൻ തക്കവണ്ണം, നമ്മെ ധൈര്യപ്പെടുത്തുവാൻ തക്കവണ്ണം, നമ്മെ പ്രത്യാശയോട് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം, വിശ്വാസത്തോട് അവനെ മുറുകെ പിടിച്ച് നമ്മൾ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം, നമ്മൾ തകർന്നു പോകാതെ തളർന്നു പോകാതെ തരിപ്പണമായി പോകാതെ നമ്മെ താങ്ങി നടത്തുവാൻ തക്കവണ്ണം അവൻ വാഗ്ദത്തം എനിക്കും നിങ്ങൾക്കും അവൻ തരുന്നു. ഹല്ലേലൂയ. അവൻ പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട മകനെ, ഭയപ്പെടേണ്ട മകളെ എന്ന് ഈ ബൈബിളിൽ ഏകദേശം 365 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്നാണ് ഈ സ്കോളേഴ്സ് പറയുന്നത്. എന്നാൽ ഈ ബൈബിളിൽ മുറ്റുമായി നമ്മൾ പരീക്ഷിച്ച് നോക്കുമ്പോൾ 8000-ൽ കൂടുതൽ വാഗ്ദത്തങ്ങളുണ്ട്. അതിൽ 7500-ൽ പരം വാഗ്ദത്തം ബിറ്റ്വീൻ ഗോഡ് ആൻഡ് ദ ഹ്യൂമാനിറ്റി, കർത്താവും മനുഷ്യനുമായി തമ്മിലുള്ള വാഗ്ദത്തമാണ് അതിൽ കാണപ്പെടുന്നത്. എന്നാൽ എല്ലാ വാഗ്ദത്തങ്ങളും ഇതിനകത്ത് പല സ്ഥലത്തായി കാണുന്നു. അതുകൊണ്ടാണ് നമ്മൾ എന്നും ഈ ജീവനുള്ള വചനത്തെ വായിക്കണം, ധ്യാനിക്കണമെന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ കർത്താവായ ദൈവം നമ്മുടെ മേൽ അത്രയധികം സ്നേഹമുള്ളവനാകൊണ്ട് ഒരു കാര്യം എപ്പോഴും നമ്മുടെ അടുത്ത് പറയുന്ന ഒരു കാര്യം, ഭയപ്പെടേണ്ട എന്ന് പറയുന്നുണ്ട്. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് ദൂരെ നിന്ന് പറഞ്ഞിട്ട് പോകുന്നവനല്ല. കർത്താവ് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ഹല്ലേലൂയ. എല്ലാവരും പറയാമോ? കർത്താവ് എന്നോടുകൂടെ ഉണ്ട്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 1:23, യേശയ്യാവിൻ്റെ 7:14 ഇതെല്ലാം നോക്കുമ്പോൾ ഇമ്മാനുവേൽ എന്നൊരു പേരിനെ അവിടെ കാണുവാൻ സാധിക്കും. ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോട് കൂടെ. എല്ലാവരും നെഞ്ചോടുകൂടി കൈവച്ച് പറയാമോ? ദൈവം എന്നോടുകൂടെ, ദൈവം എന്നോടുകൂടെ, ദൈവം എന്നോടുകൂടെ. ഇമ്മാനുവേലായ കർത്താവ് നമ്മോടുകൂടെ ഇരിക്കുന്നു. ഹല്ലേലൂയ. സന്തോഷത്തിൽ മാത്രമാണോ? അല്ല. സങ്കടത്തിൽ മാത്രമാണോ? അല്ല. ഏത് സാഹചര്യത്തിലും നമ്മോടുകൂടി ഇരിക്കുന്നവൻ ഒരുവനുണ്ട്. ഹല്ലേലൂയ. ഹിസ് പ്രസൻസ് ഈസ് അൺകണ്ടീഷണൽ. അവൻ്റെ സാന്നിധ്യം അൺകണ്ടീഷണലായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. എന്നാൽ അവൻ വാഗ്ദത്തം ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ നിറവേറണമെങ്കിൽ കണ്ടീഷൻസുമുണ്ട്. അതിനെ നിറവേറ്റുവാൻ തക്കവണ്ണം വേണ്ടുന്ന ശക്തിയും ബലവും ജ്ഞാനും എല്ലാം കർത്താവ് നമുക്ക് തരികയും ചെയ്യും. ഹല്ലേലൂയ.
ഉൽപ്പത്തിയുടെ പുസ്തകം 28 അധ്യായം അതിൻ്റെ 15 വാക്യം ഇങ്ങനെ വായിക്കുന്നു. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. നമ്മോട് പറയുന്ന വാഗ്ദത്തങ്ങൾ നിറവേറുന്നത് വരെ നമ്മെ കൈവെടിയാതെ നടത്തും, കാത്തുകൊള്ളും എന്ന് കർത്താവിടെ പറയുന്നു. ഇത് ആരോടാ പറഞ്ഞതെന്ന് വെച്ചാൽ യാക്കോബ് എന്ന ആ വ്യക്തിയോട് യഹോവ പറയുന്നതായ വാഗ്ദത്തം. 28 അധ്യായം 1 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. യാക്കോബ് തൊട്ട് മുമ്പത്തെ അധ്യായം നോക്കുകയാണെങ്കിൽ 41 വാക്യം 27:41 തൻ്റെ അപ്പൻ യാക്കോബിനെ അനുഗ്രഹിച്ച അനുഗ്രഹം നിമിത്തം വായിക്കാവാരെങ്കിലും. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ കാണുവാൻ സാധിക്കുന്നത് യാക്കോബ് മൂത്ത ജ്യേഷ്ഠനായ ഏശാവിൻ്റെ അനുഗ്രഹം കബളിപ്പിച്ച് അപ്പൻ്റെ നിന്ന് അത് ഏറ്റെടുത്തു. ഇപ്പോൾ അത് അറിഞ്ഞ ശേഷം ഏശാവ് ഇവനെ എങ്ങനെയെങ്കിലും കൊല്ലണം, അപ്പൻ്റെ കാലശേഷം ഇവനെ കൊല്ലണമെന്ന് അവൻ നിരൂപിച്ചിരിക്കുന്നു. ഇത് അമ്മ എന്നാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പനായ ഇസാക്കിനോട് പറഞ്ഞു, ഇവനെ ഇവിടെ നിർത്തിയാൽ ശരിയാവത്തില്ല, അവനെ പറഞ്ഞു വിടണം. അങ്ങനെ 28 അധ്യായം 1-2 വാക്യം ഇസഹാക്ക് അവനൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കും. നീ ഇവിടെ ഈ ദേശത്ത് നിൽക്കേണ്ട ആവശ്യമില്ല, നീ അമ്മയുടെ സഹോദരൻ്റെ നാട്ടിലേക്ക് കടന്നു ചെന്ന് അവിടെ സ്ത്രീയെ കണ്ടെത്തി നീ വിവാഹം കഴിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞു വിടുന്നതായിട്ട് അവിടെ ആജ്ഞാപിച്ച് പറഞ്ഞു എന്നാണ് പറഞ്ഞേക്കുന്നത്. അല്ല, ഈ കമാൻഡഡ് ഹിം ടു ഗോ. അപ്പം അതിനുശേഷം നോക്കുമ്പം വീണ്ടും ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. 3 മുതൽ 5 വരെയുള്ള വാക്യം. സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കുകയും നീ ജനസമൂഹമായി തീരത്തക്കവണ്ണം നിന്നെ സന്താനപുഷ്ടിയുള്ളവനായി പെരുക്കുകയും ദൈവം അബ്രഹാമിന് കൊടുത്തതും നീ പരദേശിയായി പാർക്കുന്നതുമായ ദേശം നീ കൈവശമാക്കേണ്ടതിന് അബ്രഹാമിൻ്റെ അനുഗ്രഹം നിനക്കും നിന്റെ സന്തതിക്കും തരികയും ചെയ്യുമാറാകട്ടെ. അങ്ങനെ ഇസഹാക്ക് യാക്കോബിനെ പറഞ്ഞയച്ചു. അവൻ ആരാമിനായ ബെഥുവേലിൻ്റെ മകനും യാക്കോബിൻ്റെയും ഏശാവിൻ്റെയും അമ്മയായ റിബേക്കയുടെ സഹോദരനായ ലാബാൻ്റെ അടുക്കൽ പോയി. അപ്പോൾ ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ഇവനെ എങ്ങനെയെങ്കിലും കൊല്ലണമെന്ന് തീരുമാനിച്ചിരിക്കുന്ന ജ്യേഷ്ഠൻ്റെ കാര്യം അറിഞ്ഞ് ഇവൻ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടുത്തി വിടണമെന്ന് പറഞ്ഞ് അമ്മ അപ്പനോട് പറയുന്നു. അപ്പൻ അവനെ വിളിച്ച് അവന് വേണ്ടുന്ന ഇൻസ്ട്രക്ഷൻ കൊടുത്ത് പറഞ്ഞയക്കുന്നു. പോകുന്ന വഴിക്ക് അവനെ അനുഗ്രഹിച്ച് വിടുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇവൻ എല്ലാവരെയും ഇങ്ങനെ പോയി കഴിയുമ്പോൾ 10 മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ, എന്നാൽ യാക്കോബ് ബേർഷേബയിൽ നിന്ന് പുറപ്പെട്ടു ഹാറാനിലേക്ക് പോയി. അവനൊരു സ്ഥലത്ത് എത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപാർത്തു. അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയണയായി ചായച്ച് അവിടെ കിടന്നുറങ്ങി. അവനൊരു സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഗോവണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. അതിന്മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെ ആകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്ന് അവിടെ പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അത് തുടർന്നാണ് നമ്മുടെ 15 വാക്യം നമ്മൾ മുമ്പേ വായിച്ചത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം യാക്കോബിൻ്റെ ഒരു സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പാടിയതുപോലെ ഏകാന്തതയുടെ ഒരവസ്ഥയിലായിരിക്കുന്നു. ഭയത്തോടുകൂടി ഭാവി എന്തായി തീരുമോ എന്ന് അറിയത്തില്ല. അറിയാത്തൊരു
വിദേശത്തേക്ക്, ദൂരദേശത്തേക്ക് അവൻ കടന്നു പോകുന്നു. ഇതുവരെ കണ്ടുമുട്ടാത്ത വ്യക്തികളെ കണ്ടുമുട്ടുവാൻ പോകുന്നു. അവൻ്റെ ജീവിതം എങ്ങനെയായി മാറുമെന്ന് അവന് അറിയത്തില്ല. എന്നാൽ ഈ പ്രയാസങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഒരു വശത്ത് ഇവിടെ നിന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ജ്യേഷ്ഠനെ കൊന്നൊന്നിരിക്കാം, ഇവിടെ നിന്നു കഴിഞ്ഞാൽ അപ്പനെ ധിക്കരിച്ചെന്നിരിക്കാം, അമ്മയെ ധിക്കരിച്ചെന്നിരിക്കാം. അതുകൊണ്ട് അവർ പറയുന്നതനുസരിച്ച് ഞാൻ മുന്നോട്ട് പോയാൽ എൻ്റെ ജീവനും സുരക്ഷിതമായിരിക്കും, എൻ്റെ ജീവിതവും ഒരു നന്മയിലേക്ക് മാറുവാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു ചിന്തയിൽ അവൻ മുന്നേറുകയാണ്. അപ്പോൾ കർത്താവ് അവനോട് വളരെ വ്യക്തമായി വാഗ്ദത്തമായി പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത്, ഏതു സ്ഥലത്തായിരുന്നാലും നിന്നെ ഞാൻ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു മിനിറ്റ് കണ്ണുകളെ അടയ്ക്കാം. എനിക്ക് നിങ്ങൾക്കൊരു ദൂത് പറയുവാനുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ, ഏകാന്തതയുടെ അനുഭവത്തിൽ, എല്ലാം എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയി, തീർന്നുപോയി, നമ്മൾ വായിച്ചതുപോലെ സൂര്യൻ അസ്തമിച്ചു പോയി, അന്ധകാരത്തിലായിരിക്കുന്നു, ഇനി നാളത്തെ ദിനം എങ്ങനെ ആയിരിക്കുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ നമ്മൾ പുറകോട്ട് നോക്കുമ്പോൾ എനിക്ക് വീണ്ടും അങ്ങോട്ട് ചെല്ലണമോ എന്ന് നോക്കുമ്പോൾ എനിക്ക് ഭയമായിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥിരതയില്ല, എൻ്റെ ജീവിതത്തിൽ ഒരു നന്മയിലേക്കുള്ള ഒരു മാർഗം തുറന്നു കിട്ടുന്നില്ല. ഇന്ന് നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവർ. ആ സ്ഥാനത്ത് കർത്താവ് നിങ്ങൾക്ക് വാഗ്ദത്തം തരും. ഏത് സ്ഥാനത്താ? ഇരുണ്ട അവസ്ഥയിൽ അവൻ വാഗ്ദത്തം തരും. ഞെരുക്കത്തിൻ്റെ അവസ്ഥയിൽ അവൻ വാഗ്ദത്തം തരും. ഏകാന്തത എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന സ്ഥലത്ത് അവൻ വാഗ്ദത്തം തരും. എനിക്കിനി ഒന്നും നന്മയില്ല എന്ന് ചിന്തിക്കുന്ന സ്ഥലത്ത് അവൻ വാഗ്ദത്തം തരും. അവൻ മരുഭൂമിയിൽ അവൻ തനിച്ചായിരുന്നപ്പോൾ അവന് വാഗ്ദത്തം കിട്ടി. അവൻ തലയണയായി ഒരു കല്ലാണ് വെച്ചത്. സുഖകരമായ ഉറക്കമല്ല. അവൻ നടന്ന് ക്ഷീണിച്ചതിൻ്റെ ഉറക്കമായിരിക്കാം. അവൻ്റെ കയ്യിൽ ഒരു പൈസയോ പണമോ ഒന്നുമില്ല. അവൻ വെറും ഒരു വടിയുമായി കടന്നു പോകുന്നു. അവൻ്റെ കരത്തിൽ അവൻ ഭക്ഷിപ്പാൻ ഭക്ഷണമില്ല. ഉടുപ്പോടുകൂടി അവൻ കടന്നു പോകുന്നു. പ്രിയപ്പെട്ടവരെ, അതുപോലെ ഞെരുങ്ങുന്നവരാരെങ്കിലും ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, നിങ്ങളെ നോക്കി കർത്താവ് പറയുന്നു, നിങ്ങൾ ധൈര്യപ്പെടുവേ, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. സൃഷ്ടിച്ചവനായ കർത്താവ് നിങ്ങളെ നോക്കി പറയുന്നു, പ്രിയപ്പെട്ടവരെ, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. നിങ്ങളെ സൃഷ്ടിച്ചവനായ കർത്താവ് നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ നിങ്ങൾ ഉരുവാകുന്നതിന് മുന്നമേ നിങ്ങളെ അറിഞ്ഞ കർത്താവ് പറയുന്നു, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. നിങ്ങളെ ഉരുവാക്കി ഇതുനാൾ വരെ നടത്തിയ കർത്താവ് നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ഏത് സ്ഥലത്ത് കടന്നു പോയാലും ഞാൻ നിന്നെ താങ്ങും, ഞാൻ നിന്നെ കരുതും, ഞാൻ നിന്നെ കാക്കും, ഞാൻ നിന്നെ പരിപാലിക്കും, ഞാൻ നിന്നെ എല്ലാ ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും നിന്നെ സൂക്ഷിച്ച് നിന്നെ വിടുവിക്കുമെന്ന് കർത്താവ് പറയുന്നു. ഹല്ലേലൂയ. ഞാനും നിങ്ങളും നോക്കേണ്ടത് കർത്താവിൻ്റെ മുഖത്തേക്ക് മാത്രം, പ്രിയപ്പെട്ടവരെ. എന്തുകൊണ്ടെന്നാൽ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനായിരിക്കുന്നു. ഹല്ലേലൂയ. ഈ ലോകത്തിൽ എല്ലാം മാറിപ്പോയാലും, ഈ ലോകത്തിലുള്ള കാണുന്നത് എല്ലാം നീങ്ങിപ്പോയാലും അവൻ്റെ വാഗ്ദത്തം ഒരു നാളും മാറുന്നതല്ല. അവൻ കളവ് പറയുവാൻ, അവൻ നുണ പറയുവാൻ ഒരു മനുഷ്യനല്ല പ്രിയപ്പെട്ടവരെ. അവൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ ചെയ്തിരിക്കും. ഹല്ലേലൂയ. ഞാനും നിങ്ങളും അവൻ്റെ ബലമുള്ള കരത്തിന് കീഴിലായി താന്നിരിക്കുന്നുവെങ്കിൽ അവൻ തക്ക സമയത്ത് നമ്മളെ ഉയർത്തും. ഹല്ലേലൂയ. ഞാനും നിങ്ങളും ചെയ്യേണ്ടത്, അവൻ നമ്മളെ തീർച്ചയായും അവൻ ഒത്തിരിയധികം നമ്മളെ സ്നേഹിക്കുന്നവനാകൊണ്ട് നമ്മുടെ ഭാരങ്ങളെല്ലാം അവൻ്റെ പക്കലേക്ക് നമ്മൾ സമർപ്പിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ കരുതുന്നവനായിരിക്കുന്നു, നമ്മളെ വിടുവിക്കുന്നവനായിരിക്കുന്നു, നമ്മളെ വഴി നടത്തുന്നവനായിരിക്കും. നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമായി അവൻ നടത്തും. നമ്മൾ ചോദിക്കുന്നതിലും അപ്പുറമായി നമ്മെ നടത്തും. നമ്മൾ നനയ്ക്കുന്നതിലും അപ്പുറമായി നമ്മെ നടത്തും. നമ്മൾ ഇതുനാൾ വരെ പ്രാർത്ഥിച്ചില്ലാത്ത കാര്യങ്ങളിൽ പോലും അവൻ ഉത്തരം നമുക്ക് നൽകും. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ഞാനും നിങ്ങളും വിഷമത്തോടു കൂടി ഞരങ്ങിയിരിക്കുമ്പോൾ, നമ്മൾ ഞെരുക്കത്തിലായിരിക്കുമ്പോൾ, പ്രാർത്ഥിപ്പാൻ പോലും വാക്കുകൾ കിട്ടാതിരിക്കുമ്പോൾ, നമ്മുടെ ബുദ്ധിക്ക് ഉള്ള അല്പബുദ്ധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഒന്നും വരത്തില്ല. എന്നാൽ റോമർ 8:26 പറയുന്നു, നമ്മളുടെ ബലഹീനതയിൽ നമ്മെ സഹായിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മെ പ്രാർത്ഥിപ്പാൻ സഹായിക്കും. ഞരക്കത്തോടുകൂടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. എനിക്കും നിങ്ങൾക്കും കണ്ണുനീര് ചിന്തുന്ന ഒരു കർത്താവ് ഉണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മുടെ കണ്ണുനീരോടുകൂടി കർത്താവും കണ്ണുനീര് ചിന്തുന്നു. ഹല്ലേലൂയ. യോഹന്നാൻ 11:35 അങ്ങനെ പറയുന്നു പ്രിയപ്പെട്ടവരെ. അവന് അത്ഭുതം ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണ് അവൻ കരഞ്ഞത് അല്ല.
യേശുവിന് ലാസറെ ഉയർപ്പിക്കുവാൻ കഴിയത്തില്ല എന്നാണ് പറഞ്ഞ് കരഞ്ഞത്. അല്ല പ്രിയപ്പെട്ടവരെ, അവൻ മറിയുടെയും മാർത്തിയുടെയും ഹൃദയ നുറുക്കത്തെ കണ്ട് യേശു കർത്താവ് കണ്ണീർ വാർത്തു എന്ന് പറയുന്നു. അതേ കർത്താവ് ഇന്നും ജീവിക്കുന്നവനായിരിക്കുന്നു. അവൻ ഇന്നലെയും ഇന്നും എന്നും അനന്യനായുള്ളത് കൊണ്ട് ഹി ഈസ് അൺചേഞ്ചിങ് ഗോഡ്, ഹി ഈസ് എ കമ്പാഷനേറ്റ് ഗോഡ്. അവൻ്റെ മനസ്സലിവ് നമ്മെ കണ്ട് അവൻ കണ്ണുനീർ വാർക്കുന്നവനായിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ഏത് അവസ്ഥയിലായിരുന്നാലും ശരി, നിങ്ങൾ ഭയത്തോടു കൂടി മുന്നോട്ട് പോകുന്നുവെങ്കിലും ശരി, ഞെരുക്കത്തോടു കൂടി കടന്നു പോകുന്നുവെങ്കിലും ശരി, കർത്താവ് പറയുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എന്തിനാ നമ്മോട് കൂടെ ഇരിക്കുന്നത് പ്രിയപ്പെട്ടവരെ? നമ്മളെ കരുതുവാൻ തക്കവണ്ണം, നമ്മളെ താങ്ങുവാൻ തക്കവണ്ണം. നീ നിരാശപ്പെടണ്ട മകളെ, നീ നിരാശപ്പെടണ്ട. ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. നിന്നെ മറ്റുള്ളവർ പരിഹസിച്ചേക്കാം, മറ്റുള്ളവർ നിന്നെ പരിഹസിച്ച് നിന്നെ കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് പരത്തിയെന്നിരിക്കാം. എന്നാൽ ഞാൻ പറയുന്നു, നിന്റെ പേരിന് ഞാൻ എൻ്റെ ഉള്ളംകൈകളിലായി വരഞ്ഞു വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. വി ആർ പ്രഷ്യസ് മൈ ഡിയർ വൺസ്. എല്ലാവരും കരങ്ങളെ നെറുകയിൽ വെച്ച് പറയാമോ? ഞാൻ പ്രഷ്യസ് ആണ്. ഹല്ലേലൂയ. ഞാൻ ഒത്തിരിയധികം ഒത്തിരിയധികം പ്രഷ്യസ് ആയിട്ടുള്ള വ്യക്തിയാണ്. വി ആർ യൂണിക് മൈ ഡിയർ വൺസ്. വി ആർ നോട്ട് ഓർഡിനറി പേഴ്സൺ, വി ആർ എക്സ്ട്രോർഡിനറി സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ഞാനും നിങ്ങൾ യേശു കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടി ജീവിക്കുന്നുവെങ്കിൽ, അവൻ്റെ വചനത്താൽ നമ്മൾ നയിക്കപ്പെടുന്നുവെങ്കിൽ, അവൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നുവെങ്കിൽ, കർത്താവിൻ്റെ വചനം പറയുന്നു നമ്മൾ കർത്താവിൻ്റെ കുഞ്ഞുങ്ങളാ. ഹല്ലേലൂയ. 8:14 റോമർ അങ്ങനെ പറയുന്നു. ഹല്ലേലൂയ. നമ്മൾ എങ്ങനെയാണ് കർത്താവിൻ്റെ കുഞ്ഞുങ്ങളായത് പ്രിയപ്പെട്ടവരെ? കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തത് കൊണ്ട് കർത്താവിൻ്റെ കുഞ്ഞുങ്ങളായി. ഹല്ലേലൂയ. യോഹന്നാൻ 1:12 വായിച്ചു നോക്കുവിൻ. യേശു കർത്താവിനെ നമ്മൾ വിശ്വസിക്കുമ്പോൾ അവൻ്റെ കുഞ്ഞുങ്ങളാകുവാൻ നമുക്ക് അധികാരം തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾ ആരെ വിശ്വസിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ? യേശു ക്രിസ്തുവിനെ. എന്തുകൊണ്ട് യേശു ക്രിസ്തുവിനെ വിശ്വസിക്കണം? എന്തുകൊണ്ടെന്നാൽ എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നമ്മുടെ എല്ലാ പാപത്തിൻ്റെയും ശിക്ഷകളെയും എല്ലാവിധമായ പാടുകളെയും നിന്ദകളെയും പരിഹാസങ്ങളെയും ഏറ്റെടുത്ത് ക്രൂശിലായി തൂങ്ങി മരിച്ചവൻ യേശു ക്രിസ്തു ഒരുവൻ മാത്രം. ഹല്ലേലൂയ. പിതാവിൻ്റെയും നമ്മുടെയും ഇടയിൽ മധ്യസ്ഥനായി ഇരിക്കുന്ന ഒരേ ഒരു വ്യക്തി യേശു ക്രിസ്തു മാത്രം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി പാർത്തവരെല്ലാവരും പ്രകാശിതരായി. അവർ ഒരു നാളും ലജ്ജിതരാവുകയില്ല. ഹല്ലേലൂയ. എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നവനായ കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കും. എന്താണ് വാഗ്ദത്തം? ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. നീ പോകുന്ന സ്ഥലത്തൊക്കെയും ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. ഹല്ലേലൂയ. നിനക്ക് വേണ്ടുന്ന ആലോചന ഞാൻ പകർന്നു തരും. ജോലിയിൽ നിങ്ങൾ പോകുന്ന ജോലി സ്ഥലത്ത് നിങ്ങളോടുകൂടെ വരും. നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് ആ കർത്താവ് നിങ്ങളോടുകൂടെ വരും. നിങ്ങൾ പറയുക, കർത്താവ് എന്നോടുകൂടെ വരണം. എല്ലാവരും പറയാമോ നെഞ്ചോടുകൂടി ചേർത്ത്? ഞാൻ പോകുന്ന സ്ഥലത്തൊക്കെയും എൻ്റെ കൂടെ വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം, വേറൊരു അർത്ഥം, വേണ്ടാത്ത സ്ഥലത്ത് പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. തക്കതായ സമയത്ത് ദൈവത്തിൻ്റെ ആലോചന നൽകുവാൻ, ജ്ഞാനം നൽകുവാൻ, ബലം നൽകുവാൻ, ദയ ലഭിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കും. അതോടുകൂടി കർത്താവ് പറഞ്ഞു, ഞാൻ പറഞ്ഞ വാഗ്ദത്തം നിറവേറുവോളം ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. എത്ര വിശ്വസ്തനായ കർത്താവ് എന്ന് നോക്കുവിൻ പ്രിയപ്പെട്ടവരെ. യെശയ്യാവിൻ്റെ പുസ്തകം 41 അധ്യായം അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങളെ നമുക്ക് വായിക്കാം. യെശയ്യാവിൻ്റെ പുസ്തകം 41:8 മുതലുള്ള വാക്യം. നീയോ എൻ്റെ ദാസനായ ഇസ്രയേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ ആബ്രഹാമിൻ്റെ സന്തതിയെ, നീ എൻ്റെ ദാസൻ. ഞാൻ നിന്നെ നിരസിച്ച് കളയാതെ തിരഞ്ഞെടുത്തു. എല്ലാവരും പറയാമോ? നിരസിച്ച് കളയാതെ തിരഞ്ഞെടുക്കുക. തൊട്ടു മുമ്പ് നമ്മൾ വായിച്ച 8ാമത്തെ വാക്യം, തിരഞ്ഞെടുത്ത യാക്കോബ് ഇവിടെ നിരസിച്ച് കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നു പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എടുക്കുകയും അതിൻ്റെ മൂലകളിൽ നിന്ന് വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്നവനായുള്ളോവേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവം ആകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. പ്രിയപ്പെട്ടവരെ, യാക്കോബ് ഈ വാഗ്ദത്തമെല്ലാം പ്രാപിച്ചു. ലാബാൻ്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. അവൻ്റെ സ്വന്തം അമ്മയുടെ സഹോദരൻ്റെ വീട്ടിൽ, അങ്കിളിൻ്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. അമ്മാവിൻ്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. എന്നാൽ അവൻ്റെ വീട്ടിൽ 20 വർഷകാലത്തോളം അവൻ ജോലി എടുക്കേണ്ടി വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പെൺമക്കളെ സ്വന്തം ഭാര്യയായി സ്വീകരിക്കാൻ വേണ്ടി 7 വർഷം, 2 പ്രാവശ്യം 14 വർഷം. അതുകൂടാതെ
ആ ആടുകളെല്ലാം അവന് സമ്പാദിപ്പാൻ വേണ്ടി വീണ്ടും ഒരു 6 വർഷം അവൻ ജോലി ചെയ്തു. എന്നാൽ ഇതിനിടയ്ക്ക് 10 പ്രാവശ്യം അവൻ്റെ ശമ്പളം മാറ്റിക്കൊണ്ടേയിരുന്നു. അവനെ കബളിപ്പിച്ചുകൊണ്ടേയിരുന്നു. ലാബാൻ ഭയങ്കര സൂത്രക്കാരനായിരുന്നു. എന്നാൽ നമ്മുടെ ജീവിതത്തിലും ഞാനും നിങ്ങളും വാഗ്ദത്തം പ്രാപിച്ചത് സത്യമാ, കർത്താവിൻ്റെ വാക്കനുസരിച്ച് നമ്മൾ ജീവിക്കുന്നത് സത്യമാ. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയധികം ടെംപ്റ്റേഷൻസും ടെസ്റ്റുകളും എല്ലാം കടന്നു വരും. എന്നാൽ ഇതിൻ്റെ മധ്യത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്നുള്ളതാണ് നമ്മൾ തുടർന്ന് വായിക്കുവാൻ പോകുന്നത്. ശ്രദ്ധിക്കണം. 11-ാമത്തെ വാക്യം, 41 യെശയ്യാവ് 11. നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും അമ്പരന്ന് പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെയും നിങ്ങളെയും എനിക്കും നിങ്ങൾക്കും വാഗ്ദത്തം കർത്താവ് തന്നിട്ടുണ്ട്. എന്നാലും മറ്റുള്ള വ്യക്തികൾ നമുക്ക് നേരെ കോപിക്കും. They will show their anger towards us. രണ്ടാമത്, നിന്നോട് വിവാദിക്കുന്നവർ നശിച്ച് ഇല്ലാതെയാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എതിരായി നിൽക്കുന്ന some people will oppose us. അവർക്ക് അറിഞ്ഞോ അറിയാതെ നമ്മളിൽ കർത്താവിൻ്റെ വാഗ്ദത്തമുണ്ട്. നമ്മൾ കർത്താവിൻ്റെ കുഞ്ഞുങ്ങളായി വിശുദ്ധിയിൽ ജീവിക്കുന്നു, അനുസരണത്തിൽ ജീവിക്കുന്നു. നമ്മൾ പരമാവധി ക്ഷമിച്ചും പൊറുത്തും നമ്മൾ ജീവിക്കുന്നു. എന്നാലും അതിൻ്റെ മധ്യത്തിലും നമുക്ക് എതിരെ നിൽക്കുന്ന വ്യക്തികൾ കാണാം. മൂന്നാമത്, നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും, കാണുകയില്ല താനും. നമ്മളെ എങ്ങനെങ്കിലും വീഴ്ത്തണം. They will try to conquer us. They will try to win over us. അതിൻ്റെ മധ്യത്തിൽ കർത്താവ് പറയുന്നത് എന്താണെന്നറിയാമോ? പോരാടുന്നവരെ നീ അന്വേഷിക്കും, കാണുകയില്ല. അടുത്തത് നോക്കുമ്പം, നിന്നോട് യുദ്ധം ചെയ്യുന്നവർ നാസ്തിത്വവും ഇല്ലായ്മയും പോലെയാകും. അത് എങ്ങനെ ഇംഗ്ലീഷിലിട്ടേക്കുന്നു ബ്രദറെ? വാർ അഗെയിൻസ്റ്റ് ദി ആസ് നത്തിങ് ആൻഡ് അതെങ്ങനെയാണ് അത് പറയുന്നത്? എനിക്ക് മനസ്സിലാവില്ല. ഇല്ലായ്മയായി പോവും എന്ന് പറഞ്ഞു. അപ്പം നമുക്കെതിരെ കോപിക്കുന്നവർ കാണും, വിവാദിക്കുന്നവർ കാണും, പോരാടുന്നവർ കാണും, യുദ്ധം ചെയ്യുന്നവരും കാണും. സോ ദേഷ്യത്തിലുള്ളവർ, നമ്മളെ ഒപ്പോസ് ചെയ്യുന്നവർ, നമ്മെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണമെന്ന് ചിന്തിക്കുന്നവർ, നമ്മെ അറ്റാക്ക് ചെയ്യുന്നവരെല്ലാവരും കാണും. എന്നാൽ 13-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു നോക്കുക. നിന്റെ ദൈവമായ യഹോവ എന്ന് ഞാൻ നിന്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. ഇവിടെ ഒരു കാര്യം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വാഗ്ദത്തം പ്രാപിച്ചു മുമ്പേ പറഞ്ഞതുപോലെ ദൈവ വഴിയിലായി നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ്റെ വഴികളെല്ലാം ചൊവ്വെന്ന് തോന്നുന്നു, നല്ലതെന്ന് തോന്നുന്നു. എന്നാൽ നമ്മുടെ ഹൃദയത്തെയും ആത്മാവിനെയും തൂക്കി നോക്കുന്നവൻ കർത്താവ് എന്ന് സദൃശ്യവാക്യം 16-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം, സദൃശ്യവാക്യം 21-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ശരിയായ വഴി ഏതെന്ന് അറിയണമെങ്കിൽ അത് കർത്താവിൻ്റെ വഴിയിൽ തന്നെ നമ്മൾ ജീവിക്കണം. കർത്താവിൻ്റെ വാക്കനുസരിച്ച്, കർത്താവിൻ്റെ ആലോചന അനുസരിച്ച്, കർത്താവിൻ്റെ ജ്ഞാനത്തോടുകൂടി, വിശുദ്ധിയോടുകൂടി, താഴ്മയോടുകൂടി, വിനയത്തോടുകൂടി, എളിമയോടുകൂടി നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ കർത്താവ് തക്ക സമയത്ത് നമ്മളെ ഉയർത്തുകയും ആശീർവദിക്കുകയും ചെയ്യും. എന്നാലും അതിൻ്റെ മധ്യത്തിൽ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഇതുപോലെ നമുക്കെതിരെ കോപിക്കുന്നവർ, വിവാദിക്കുന്നവർ, നമ്മെ അറ്റാക്ക് ചെയ്യുന്നവർ എല്ലാം വന്നിരുന്നാലും അന്നേരം കർത്താവ് പറയുന്നു, ഞാൻ നിൻ്റെ വലം കൈ പിടിച്ച് എന്നോട് ഭയപ്പെടേണ്ട എന്ന് ഞാൻ പറയുന്നു, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ വാഗ്ദത്തം പ്രാപിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലുള്ള എത്ര പേര് ഹേർഡിൽസ് കണ്ടിട്ടുണ്ട്? ഈ ഓട്ട മത്സരത്തിൽ കണ്ടിട്ടില്ലേ? ചാടി കിടക്കും. അപ്പം മുമ്പേ പോകുന്നവരെല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ടാണ് നേരെ ഓടുന്നത്. അല്ല, ചാടി എന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിലും വാഗ്ദത്തം കിട്ടിയത് സത്യമാണ്. നമ്മെ കാത്തിരിക്കുന്ന ഒരു നല്ലൊരു കിരീടം അവിടെ വെച്ചിട്ടുണ്ട്. അത് പ്രാപിക്കണമെങ്കിൽ ഇതെല്ലാം ഓവർകം ചെയ്ത് തന്നെ നമ്മൾ പോകണം എന്നാണ് കർത്താവിൻ്റെ വചനം ഓർപ്പിക്കുന്നത്. 43-ാമത്തെ അധ്യായം യെശയ്യാവിൻ്റെ പുസ്തകം, അവിടെ 2-ാമത്തെ വാക്യം, 43-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ, അതിൻ്റെ 1 തൊട്ട് വായിക്കാം. ഇപ്പോഴോ യാക്കോബെ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ, കണ്ടോ,
കടക്കുമ്പോൾ യു വിൽ ഗോ ത്രൂ വാട്ടേഴ്സ്. ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവികയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകുകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള അവസ്ഥകൾ തീർച്ചയായും കടന്നു വരും. എന്നാൽ ഇതിൻ്റെ അവസ്ഥകളിലൊക്കെയും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമ്മളെ വാഗ്ദത്തം ചെയ്ത കർത്താവ് എങ്ങനെയുള്ള കർത്താവ്? വിശ്വസ്തനായ കർത്താവ്. നമ്മളെ ഒരു നാൾ നമ്മളെ പകുതി വഴിക്ക് ഇട്ടേച്ച് പോകുന്ന കർത്താവല്ല. അത് പരിപൂർണമായി തീർത്തിട്ടേ നമ്മളെ വിടുവിക്കുകയുള്ളൂ എന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. സങ്കീർത്തനം 66 അതിൻ്റെ 12 വാക്യം വായിക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ ഈ വെള്ളത്തിൽ കൂടി നടക്കുമ്പോഴും ഇതിൻ്റെ കൂടെയല്ല കർത്താവ് നമ്മുടെ കൂടെ വരുന്നതിൻ്റെ പ്രയോജനം എന്തുവാന്നുള്ളത് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. അതിൻ്റെ 2 ഭാഗം, ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. കണ്ടുപിടിപ്പെട്ടവരെ, അപ്പം ഞാനും നിങ്ങളും ബുദ്ധിമുട്ടിലും ഞെരുക്കത്തിലും എല്ലാം കടന്നു പോകുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തകർത്ത് കളയാതിരിപ്പാൻ, നമ്മളെ നശിപ്പിച്ച് കളയാതിരിപ്പാൻ, നമ്മളെ താങ്ങി നടത്തുവാൻ, നമ്മളെ കരുതുവാൻ, ബലപ്പെടുത്തുവാൻ, വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ, പ്രത്യാശയോടുകൂടി മുന്നേറുവാൻ സ്നേഹവാനായ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു വിലയേർപ്പെട്ട വിശ്വാസത്തോടുകൂടി, കോൺഫിഡൻസോടുകൂടി നമ്മൾ മുന്നേറുവാൻ കർത്താവ് വാഗ്ദത്തം തരുന്നു. അതോടുകൂടി കർത്താവ് തീർച്ചയായും അക്കരെ എത്തിക്കുവാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ മുമ്പേ വായിച്ച ആ ഭാഗം 41:14, ഏശയ്യാവിൻ്റെ 14 വാക്യം, പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരിശയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ തന്നെ. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന പുഴുവായ യാക്കോബേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം പുഴു എന്ന് പറയുന്നത് ഒരു ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു കാര്യമാണ്. കർത്താവ് നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമ്മെ എപ്പോഴോ നമ്മളെ നശിപ്പിച്ച് കളഞ്ഞ ശത്രുവായവൻ. കർത്താവ് നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് നമ്മെ കൺമണി പോലെ കർത്താവ് കരുതിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ തലയിൽ നിന്ന് വീഴുന്ന ഒരു മുടി പോലും കർത്താവ് അറിയാതെ വീഴുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമ്മൾ ശ്വാസം വലിച്ചു വിടുന്നത് എത്ര പേര് അറിഞ്ഞുകൊണ്ട് വിടുന്നു എന്ന് അറിയത്തില്ല. എന്നാൽ അത് നിങ്ങൾ അറിയാതെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയം നിർത്താതെ മിടിച്ചുകൊണ്ടിരിക്കുന്നു. അത് നിങ്ങൾ അറിയാതെ അത് നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും ഹൃദയം മിടിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമ്മുടെ എല്ലാ അവയവങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഉറങ്ങി എണീക്കുമ്പോൾ ഉന്മേഷത്തോടുകൂടി, ഉത്സാഹത്തോടുകൂടി, ഒരു പുതിയ ബലത്തോടുകൂടി, ഒരു പുതിയ വിശ്വാസത്തോടുകൂടി, ദിസ് ഈസ് ദ ഡേ ദാറ്റ് ദ ലോർഡ് ഹാസ് മെയ്ഡ് ആൻഡ് ഐ വിൽ റിജോയ്സ് ആൻഡ് ഗ്ലാഡ് ഇൻ ഇറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ രാവിലെ എണീറ്റ് കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഒരു നാളും ഒരു വ്യക്തിയെയും അലാം ക്ലോക്ക് എണീപ്പിക്കുവാൻ സാധ്യമല്ല. നമ്മളെ ഓരോ ദിവസവും എണീപ്പിക്കുന്ന കർത്താവായ ദൈവം, നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാ. എന്തിനാ വിളിച്ചേക്കുന്നതെന്ന് അറിയാമോ പ്രിയപ്പെട്ടവരെ? 2 കൊരിന്ത്യർ 1:20 വായിക്കാമോ? 2 കൊരിന്ത്യർ 1:20. ഹല്ലേലൂയ. നമ്മെ വിളിക്കുന്നത് നമ്മൾ അവിടെ നമ്മൾ ഒത്തിരി പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ വാക്യം. നമ്മുടെ എല്ലാ വാഗ്ദത്തങ്ങളും യേശു ക്രിസ്തുവിൽ യെസ് ആൻഡ് ആമേൻ എന്ന് പറഞ്ഞിട്ട് വായിക്കാം. അതെ, അവനിൽ ആമേൻ എന്നും പറയുന്നു. അപ്പോൾ പറഞ്ഞ ഓൾ ദ പ്രോമിസസ് ഓഫ് ഗോഡ് ഇൻ ഹിം ആർ യേ ആൻഡ് ഇൻ ആമേൻ അൺടു ദ ഗ്ലോറി ഓഫ് ഗോഡ്. അപ്പം എന്നിലും നിങ്ങളിലും കർത്താവ് തന്നിരിക്കുന്ന വാഗ്ദത്തം എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ മഹത്വത്തിനായി. ഹല്ലേലൂയ. അല്ലാതെ നമ്മളെ സുഖിപ്പിച്ച് നിന്നെ കരുതിക്കൊള്ളാം, നിന്നെ നടത്തിക്കൊള്ളാം എന്ന് മാത്രമല്ല, അതിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് തീർച്ചയായും നമ്മെ സഹായിക്കും. എല്ലാവരും പറയാമോ? എൻ്റെ ജീവിതത്തിൽ കർത്താവ് തരുന്ന വാഗ്ദത്തങ്ങൾ നിറവേറുമ്പോൾ തീർച്ചയായും കർത്താവിനെ ഞാൻ മഹത്വപ്പെടുത്തും, സാക്ഷീകരിക്കും. വാക്കുകൊണ്ട്, വചനം കൊണ്ട്, പ്രവൃത്തി കൊണ്ട് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തും. അത് അറിയണം പ്രിയപ്പെട്ടവരെ. നമ്മൾ ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുന്നത് തീർച്ചയായും സാധിക്കും. നമ്മളിത് തുടർന്ന് വായിക്കുമ്പോൾ ഈ ഉൽപ്പത്തി 28 നമ്മൾ തിരിച്ചു വരാം. നമുക്ക് വേറൊരു സമയം കിട്ടുമ്പോൾ ആ പുഴുവായ യാക്കോബ് എന്നുള്ള ആ ഭാഗം നമുക്ക് വീണ്ടും ധ്യാനിക്കാം. ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഈ ഇവന് വാഗ്ദത്തം കിട്ടി. അത് കഴിഞ്ഞ് അവൻ പോകുമ്പം പറയുന്നു, അവന്
യാക്കോബ് ഒരു നേർച്ച നേരുന്നു. 20-ാമത്തെ വാക്യം. യാക്കോബ് ഒരു നേർച്ച നേരുന്നു. ദൈവം എന്നോടുകൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിൻ്റെ ആലയവും ആകും. നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും എന്ന് പറഞ്ഞു. കണ്ടോ, അവിടെ ഒരു വൗ ചെയ്യുന്നുണ്ട് ഇല്ലേ? അപ്പം യാക്കോബ് ഭയത്തോടുകൂടി കടന്നു പോകുന്നു. ഭയത്തോടുകൂടി കടന്നുപോയി ഏകാന്തതയിൽ അവൻ ഇരിക്കുമ്പോൾ കർത്താവ് അവൻ സ്വപ്നത്തിലൂടെ വെളിപ്പെട്ട് അവന് അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളും അവന് കൊടുക്കുന്നു. ആ വാഗ്ദത്തം നിറവേറിയാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് അവൻ പറയുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുമെന്ന് അവൻ പറഞ്ഞു. ഞാനും നിങ്ങളും കർത്താവിൻ്റെ വാഗ്ദത്തം പ്രാപിക്കുമ്പോൾ സന്തോഷിക്കുന്നത് നല്ലത്. അതോടുകൂടി പറയണം, കർത്താവെ, അങ്ങ് സന്തോഷിക്കുന്നത് പോലെ, അങ്ങയുടെ നാമം മഹിമപ്പെടുന്നത് പോലെ, അങ്ങയുടെ നാമം ഉയർത്തപ്പെടുന്നത് പോലെ, അങ്ങയുടെ നാമം പുകഴ്ത്തപ്പെടുവാൻ തക്കവണ്ണം ഞാനും അങ്ങയെ ഉയർത്തും കർത്താവെ, ഞാനും അങ്ങയുടെ വാക്ക് പാലിച്ച് അതുപോലെ ചെയ്യുമെന്ന് നമ്മൾ പറയുന്നുവെങ്കിൽ കർത്താവ് അതിൽ പ്രിയപ്പെടും. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ഇതിന് തുടർന്ന് നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഇവൻ കടന്നുപോയി, മുമ്പേ പറഞ്ഞതുപോലെ 20 വർഷം ജോലി ചെയ്തു, എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് 31-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. ഉൽപ്പത്തി 31:3. അപ്പോൾ യഹോവ യാക്കോബിനോട്, നിന്റെ പിതാക്കന്മാരുടെ ദേശത്തേക്കും നിന്റെ ചാർച്ചകരുടെ അടുക്കിലേക്ക് മടങ്ങിപ്പോകാൻ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. വീണ്ടും പറഞ്ഞെന്തോ, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. ഇത്രയും കാലം നിന്നോടുകൂടെ ഇരുന്നു പരിപാലിച്ച് നീ തിരിച്ച് അവിടെ കടന്നു ചെല്ലും. അവൻ കടന്നു ചെല്ലുവാൻ ശ്രമിക്കുന്നു. എന്നാൽ അവൻ്റെ അമ്മായപ്പനായ ലാബാൻ അവനെ തടയുവാൻ തക്കവണ്ണം അവൻ കടന്നു വരുന്നു. എന്നാൽ അവിടെയാണ് പറയുന്നത്, നിൻ്റെ വീട്ടിൽ ഞാൻ 20 വർഷത്തോളം ജോലി ചെയ്തു, ഒത്തിരിയധികം നീ എന്നെ കബളിപ്പിക്കുന്ന രീതിയിൽ 10 പ്രാവശ്യം എൻ്റെ ശമ്പളം എല്ലാം മാറ്റി വെച്ചു എന്നെല്ലാം പറഞ്ഞ് അവനോട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ ഇവിടെ ഒരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കുവാനുണ്ട്. 28:1 നമ്മൾ വായിച്ചു. 28:11 നമ്മളിങ്ങനെ കണ്ടു. അവൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് എന്നവിടെ വായിച്ചു അല്ലേ? എന്നാൽ 32:31 നോക്കുമ്പോൾ അവൻ പെനിയേൽ കടന്നു പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു. അപ്പോൾ ഇതിനിടയ്ക്ക് എന്താ സംഭവിച്ചതെന്നും കൂടെ ചുരുക്കമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറയാം. ഏശാവിനെ ഭയന്ന് അവൻ 2 ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും അവന് കിട്ടിയ ആടുമാട് എല്ലാ സമ്പത്തും സ്വരൂപിച്ച് അവൻ ലാബാനിൽ നിന്ന് അവൻ വിടവാങ്ങി വന്നുകൊണ്ടിരിക്കുക. ഏശാവിനെ കാണുവാൻ അവന് ഭയം. അവനെ കണ്ടു കഴിയുമ്പോൾ അവനെ കൊല്ലുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഈ സമയം കൊണ്ട് അവൻ്റെ അപ്പൻ മരിച്ചിരിക്കുന്നു. എന്നാൽ അവനെ പ്രീതിപ്പെടുത്തുവാനായി അവൻ കുറേ ഗിഫ്റ്റ് അയക്കുന്നു, കുറേ ആടുമാടെല്ലാം അവന് വേണ്ടി അയക്കുന്നു. എന്നിട്ട് അവനിങ്ങനെ തനിച്ചിരിക്കുക. അപ്പം അവനെ അവിടെ ഒരു യാബോക്കെന്ന കടപ്പുറത്ത് തനിക്കുള്ളതൊക്കെയും അക്കരെ ആക്കിയിട്ട് 23-ാമത്തെ വാക്യം 32:23. അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനക്കരെ കടത്തി തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. പിന്നെയും ഏകാന്തത. അപ്പോൾ ഒരു പുരുഷൻ ഉഷസാകുവോളം അവനോട് മല്ല് പിടിച്ചു. അവനെ ജയിക്കില്ല എന്ന് കണ്ടപ്പോൾ അവൻ്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ല് പിടിക്കയിൽ യാക്കോബിൻ്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. എന്നെ വിടുക, ഉഷസ് ഉദിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. എന്താ അനുഗ്രഹം പ്രിയപ്പെട്ടവർ? എല്ലാ അനുഗ്രഹവും ഉണ്ട് അല്ലേ? എന്നാലും ആ ഭയം എന്ന ഒരു കാര്യം അവനെ അലട്ടിക്കൊണ്ടിരുന്നു. നിന്റെ പേർ എന്തെന്ന് അവനോട് ചോദിച്ചതിന് യാക്കോബ് എന്ന് അവൻ പറഞ്ഞു. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചത് കൊണ്ട് നിന്റെ പേർ ഇനി യാക്കോബ് എന്നല്ല, ഇസ്രയേൽ എന്ന് വിളിക്കപ്പെടും. അതിനുശേഷം അവിടെ വെച്ച് അവനെ അനുഗ്രഹിച്ചു. 21-ാമത്തെ വാക്യം. 31-ാമത്തെ വാക്യം, അവൻ പെനിയേൽ കടന്നു പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു. ചുരുക്കമായി പറയാം പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങൾക്കും വാഗ്ദത്തം കിട്ടി. കർത്താവ് പറയുന്നത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, നീ പോകുന്ന സ്ഥലത്തേക്കും ഞാൻ നിൻ്റെ കൂടെ ഇരിക്കും, നിന്നെ കരുതും, കാക്കും, താങ്ങും, വഴി നടത്തും. നിൻ്റെ എതിരായി വരുന്ന എന്തൊക്കെ വ്യക്തികളായാലും, ഏതൊക്കെ തരത്തിലുള്ള വ്യക്തികളായാലും അവരെല്ലാം ജയിക്കുവാൻ, അവരെ മറികടപ്പാൻ ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്നെല്ലാം വാഗ്ദത്തം പറഞ്ഞു. എന്നാലും ആ സൂര്യൻ ഉദിച്ച ആ പുതിയ ആ സ്ഥലത്തേക്ക് കടന്നു വരണമെങ്കിൽ അവനെ മുറ്റുമായി
ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി സമർപ്പിക്കേണ്ടതായിരുന്നു. അതാണ് ഈ മല്ലുപിടുത്തം എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം. അവൻ മുറ്റുമായ കർത്താവിൻ്റെ സന്നിധിയിലേക്കായി അവനെ സമർപ്പിച്ചു. കർത്താവേ, ഞാൻ കളവ് പറയുന്നവന്, ഞാൻ ഒത്തിരിയധികം കബളിപ്പിച്ചിട്ടുണ്ട്, ഞാൻ ഒത്തിരിയധികം വേദനിപ്പിച്ചിട്ടുണ്ട്, ഒത്തിരിയധികം മറ്റുള്ളവരെക്കുറിച്ച് ഞാൻ തെറ്റായി പറഞ്ഞിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞ് അവനെ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് അവനെ അനുഗ്രഹിച്ചു. അതിനുശേഷം അവിടെ സൂര്യൻ ഉദിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എനിക്കും നിങ്ങൾക്കും ഒരു ഉദയ സൂര്യനുണ്ട്. ആ ഉദയ സൂര്യൻ്റെ പേരാണ് യേശു കർത്താവ്. എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി പ്രകാശം പരത്തുവാൻ, നമ്മുടെ ജീവിതത്തിലിരിക്കുന്ന എല്ലാ അന്ധകാരത്തിൻ്റെ അവസ്ഥകളെ മാറ്റുവാൻ ഒരു ഉദയ സൂര്യനുണ്ട്. അത് യേശു കർത്താവ്. നമുക്ക് എല്ലാവർക്കും എണീറ്റ് നിൽക്കാം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. ഹല്ലേലൂയ. നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, വന്ദിക്കുന്നപ്പാ. അടങ്ങൾ വീണ്ടുമായി യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ സന്നിധിയിലേക്കായി കടന്നു വരും. അങ്ങ് ഒരു നാളും മാറ്റമില്ലാത്തവനായി ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സകല വാഗ്ദത്തത്തിലും വിശ്വസ്തനായി ഞങ്ങളെ നടത്തുമെന്ന് അങ്ങ് പറഞ്ഞിരിക്കുന്നതിൽ അതിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നപ്പ. അങ്ങ് ഞങ്ങളോടുകൂടി ഉള്ളതിനായി സ്തോത്രം കർത്താവേ. ഞങ്ങൾക്ക് താങ്ങായി തണലായി ഉള്ളതിനായി സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടുന്ന സൗഖ്യം വിടുതലും പകർന്നിരുന്നതിനായി സ്തോത്രം. ഞങ്ങൾക്ക് പകരക്കാരനായി സകലതും അങ്ങ് ഏറ്റെടുത്തതിനായി സ്തോത്രം. ഞങ്ങളെ വിടുവിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ മേൽ മനസ്സലിഞ്ഞല്ലപ്പാ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ അഭിഷേകത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ജീവനുള്ള വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളുടെ മധ്യേ ഉള്ളതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങളുടെ സാന്നിധ്യത്തിൽ ദൈവമേ പരിപൂർണ്ണ ആനന്ദമുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. നിത്യ ആനന്ദം ഞങ്ങളുടെ മധ്യത്തിൽ ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. അതിനായി സ്തോത്രം ചെയ്യുന്നു, വാഴ്ത്തുന്നപ്പ. സ്തുതികളുടെ മധ്യത്തിൽ വസിക്കുന്നവനായ അങ്ങ് ഞങ്ങളുടെ മധ്യേ ഉള്ളതിനായി സ്തോത്രം കർത്താവേ. കോടാനുകൂടി ദൂതന്മാർ സ്തുതിക്കുമ്പോഴും ദൈവമേ അതെല്ലാം മാറ്റി വെച്ചേച്ച് ദൈവമേ എളിയവരായ അടിയങ്ങളുടെ സ്തുതികളുടെ മധ്യത്തിൽ ദൈവമേ കടന്നു വരുവാൻ ദൈവമേ ഞങ്ങളുടെ മേൽ കനിഞ്ഞല്ലപ്പ. നന്ദിയോട് അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ദൈവമേ, വചനത്തിന് അടിസ്ഥാനമായി കൂടുതൽ കൂടുതൽ ദൈവമേ അങ്ങടേതായ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് വിശുദ്ധിയോടുകൂടി ജീവിപ്പാൻ കർത്താവേ, താഴ്മയോടുകൂടി ജീവിപ്പാൻ കർത്താവെ, ഞങ്ങൾ ദൈവമേ വിളിച്ച് വേർതിരിച്ച ആ പുതിയ സൃഷ്ടിക്ക് അനുസരിച്ച് ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിലെ കറകളെ അങ്ങ് കഴുകിക്കളയുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ പാപത്തിന്റെ തെറ്റുകുറ്റങ്ങളെല്ലാം കർത്താവെ ഞങ്ങളുടെ രക്തത്താൽ കഴുകി കളയുന്നതിനായി സ്തോത്രം കർത്താവേ. ഞങ്ങളെ മുറ്റുമായി ശുദ്ധീകരിച്ച് തരുന്നതിനായി സ്തോത്രം. വിശുദ്ധിയോടുകൂടി ദൈവമേ താഴ്മയോടുകൂടി ഞങ്ങളുടെ നാമത്തിന്റെ മഹത്വത്തിനായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളായി തുടർന്ന് സാക്ഷികളായി ജീവിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ. ദൈവയോട് ആയിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും, ഈ ശബ്ദത്തിന്റെ കീഴിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അങ്ങ് വ്യക്തമായി തനിത്തനിയായി തൊടുന്നതിനായി സ്തോത്രം കർത്താവേ. അങ്ങയുടെ ആണിപ്പാടുള്ള കരങ്ങളാൽ തൊട്ട് കർത്താവേ ദൈവികമായ സൗഖ്യം, ദൈവികമായ വിടുതൽ, ദൈവികമായ കൃപകൾ ആ മക്കളിൽ പകരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു, വാഴ്ത്തുന്നപ്പ. Let every one of their lives, oh Lord, be blessed, oh Father. Hallelujah. ദൈവമേ, മക്കളുടെ ജീവിതത്തിൽ ഒരു നന്മയുടെ കർത്താവേ നിറവ് കൊടുക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹത്തിന് നിറവ് കൊടുക്കുന്നതിനായി സ്തോത്രം. അങ്ങയോടായിരിക്കുന്ന സ്നേഹത്തിൽ നിറവ് കൊടുക്കുന്നതിനായി സ്തോത്രം കർത്താവേ. വിശ്വാസത്തിൽ ഒരു വർധന തരുന്നതിനായി സ്തോത്രം. പ്രത്യാശയോടുകൂടി അങ്ങയെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുവാൻ അടിയങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. ഞങ്ങളെ മുറ്റുമായി താഴ്ത്തി ഏൽപ്പിക്കുന്നു. അങ്ങയെ മാത്രം ഞങ്ങൾ നോക്കുന്നപ്പാ. ഞങ്ങളെ അങ്ങ് ഏറ്റെടുത്തുകൊള്ളണമേ. യേശുവിന്റെ നാമത്തിലായി പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.